ഹായ് എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ബ്രേക്കപ്പ് സംഭവിച്ചതിന് ശേഷം ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആളുകൾ. ശരിയാണ്, വിഷമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ബ്രേക്കപ്പും അത്യാവശ്യം ഒട്ടുമിക്ക ആളുകളുടെ ലൈഫിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമുള്ളത് അവരെ മറക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അതായത് ആ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും മറക്കാൻ കുറേ ശ്രമിച്ചിട്ട് മറക്കാൻ പറ്റുന്നില്ല. സോ മറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കാരണം മറന്നില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല, അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ മറക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എത്രത്തോളം ഒരാളെ മറക്കണമെന്ന് വിചാരിക്കുന്നു അത്രത്തോളം അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ അവരെ മറക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട, ഓട്ടോമാറ്റിക്കലി അത് മറന്നു പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതായത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരെ കുറിച്ചുള്ള കുറെ ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന കുറെ സമയത്തുള്ള ഓർമ്മകളായിരിക്കും, അതല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചതോ ഫോൺ ചെയ്തോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങളത് മനസ്സിലാക്കുക. ശരിയാണ്, അവരെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്, മാത്രമല്ല അതൊരു നല്ല മെമ്മറിയാണ്, അതല്ലെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു മെമ്മറി ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഓക്കെ അത് വന്നു പോട്ടെ, കാരണം ഇത് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് വരുത്താതിരിക്കാനൊന്നും പറ്റുന്നില്ല. സോ ആ ഓർമ്മ വന്നു പോയിക്കോട്ടെ എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. അതായത് മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, നമ്മൾ എത്രത്തോളം മറക്കണമെന്ന് വിചാരിക്കുന്നു അത്രത്തോളം ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകൾ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നതോ അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാവുന്നതോ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഹേർട്ട് ചെയ്യും, മാത്രമല്ല നമുക്ക് ഇമോഷൻസ് വരും എന്നുള്ളതാണ്. ആൻസൈറ്റിയും ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ്. ഇതെല്ലാ ആളുകളുടെയും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കരച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 ദിവസമോ 10 ദിവസമോ 1-2 വർഷമൊക്കെ നിങ്ങൾ കരഞ്ഞോന്നിരിക്കാം. എന്ന് കരുതി കരയണ്ടേ എന്ന് പറഞ്ഞിട്ട് അതിന് പേടിച്ചുകൊണ്ട് തന്നെ ആ ഒരാളുടെ പുറകെ പോവുക, അവരുടെ കാല് പിടിച്ച് പോവുക, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് കരച്ചിൽ വരിക അല്ലെങ്കിൽ വിഷമം വരിക, ഇമോഷൻ വരിക എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന കാര്യമാണ്. അത് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അത് കുറച്ച് ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇത്രയും നാൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ, എന്നത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുമല്ലോ, അപ്പൊ ഞാൻ അവരുടെ പുറകെ പോയി കഴിഞ്ഞാലും അവർ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പുറകെ പോകുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പുറകെ പോയി പിടിച്ചു വലിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ബന്ധങ്ങൾ ഒരുപാട് നാൾ നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നില്ല. സോ അവർ പിന്നെയും പോയി കഴിയുമ്പോൾ ഇതേപോലെ 1-2 വർഷം നിങ്ങൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കരച്ചിലും ഇമോഷനും സങ്കടം കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് നാൾ നമ്മൾ അങ്ങനെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അത് കരഞ്ഞു കഴിയുമ്പോൾ ആ ഒരു സ്റ്റേജ് അങ്ങനെ കഴിഞ്ഞോളും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എന്നെ അവർ വിട്ടിട്ട് പോയി, അവരില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു കാര്യമുണ്ട്. അത് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഇത് ഞാൻ എടുത്ത ഡിസിഷനാണ്, അതായത് ഇത് എന്റെ തീരുമാനമാണ്, എനിക്കാണ് ഈ ഒരു തീരുമാനത്തിന്റെ ആവശ്യമുള്ളത്, അവരെന്റെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത് എന്ന ചിന്തയിലേക്ക് വരിക എന്നുള്ളതാണ്. അതായത് ചിലർ ഉണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ അവർ വിട്ടിട്ട് പോയി എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, എന്നെ വിട്ടിട്ട് പോയി ഞാൻ എങ്ങനെ ജീവിക്കും, എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോവും എന്നൊക്കെ വിചാരിക്കുന്നവർ. ചിലപ്പോൾ അവരായിരിക്കും ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അത് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും, എന്നെ എന്തിനാണ് ബ്രേക്കപ്പ് ആക്കിയത്, എന്തിനാണ് റിലേഷൻഷിപ്പ് വിട്ടു പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, അവര് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്, നിങ്ങളുടെ നല്ലതിനാണ് എന്നുള്ളത് ചിന്തിക്കുക. കാരണം അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെയും അവര് ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ ഹേർട്ട് ചെയ്തു എന്ന് വരാം. ഇനി ഓരോ ദിവസം കഴിയും തോറും അവർ ഹേർട്ട് ചെയ്യുന്നതിന്റെ അളവ് കൂടി വരാം എന്നുള്ളതാണ്. അപ്പൊ അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു അനുഭവമാണ്, ഒരു പാഠമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിസിഷൻ നിങ്ങൾ എടുത്തതാണ്, നിങ്ങൾക്കാണ് ഇത് നല്ലത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നത്തെ ഓർമ്മകളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ലിവിങ് ഇൻ ദ പ്രസന്റ്, നിങ്ങൾ പ്രസന്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ഉറപ്പായിട്ടും എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞതാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുന്ന ലൈഫ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതായത് ഞാൻ ചിലപ്പോൾ ഈ ഒരു വിഷമങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും ജീവിക്കാൻ പോകുന്നത്. ആ സമയത്തായിരിക്കും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മീൻസ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സങ്കടമുണ്ട്, പക്ഷേ ഈ ഒരു സങ്കടത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ എനിക്കുള്ള ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മനോഹരമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ
അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഞാൻ എത്രയോ തരണം ചെയ്തിട്ടുണ്ട്. മീൻസ് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർ ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത്രയൊന്നും വരില്ലല്ലോ ഇത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിഷമം കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം ബിസി ആവാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ബിസി ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജിമ്മിൽ പോകാം, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം, അതല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കാം. കുറച്ച് ദൂരത്തേക്കൊക്കെ നിങ്ങൾക്ക് എത്ര ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യാം. നിങ്ങളെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് ആ കാര്യങ്ങളിലേക്ക് പോയി തുടങ്ങും. അതായത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ആയി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് വേണമെന്ന് വിചാരിക്കുന്ന കാര്യം എന്താണോ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ ടൈമിൽ നിങ്ങൾക്ക് നേടാനും പറ്റും. അതായത് അതിലേക്കുള്ള ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്രയും ബിസി ആയി മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ആ ഒരു പേഴ്സണെ മുഴുവനായിട്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും കുറെയൊക്കെ അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മറക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടേക്കുക. കാരണം മറക്കണം നമ്മൾ എത്രത്തോളം പറയുന്നു, ഇത് നമ്മൾ ഈ ഇലക്ഷനൊക്കെ ആളുകൾ വോട്ട് ചോദിക്കാൻ വരില്ലേ, അതേപോലെയാണ്. അതായത് അവർ വരും തോറും നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിലായി ഇയാൾക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളത്. ആ സെയിം പ്രോസസ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ മറക്കണമെന്ന് വിചാരിക്കുന്നോ നിങ്ങളുടെ മനസ്സിൽ അവരുടെ പേര് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറക്കണം എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റുക. പകരം ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണം, ഇത് ഹാൻഡിൽ ചെയ്യണം, ഇത് മറികടക്കണം എന്നുള്ള ചിന്തയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. മീൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് ടോട്ടൽ ചേഞ്ച് ആവും. ഈ ഒരു വിഷമം നിങ്ങൾക്ക് കുറെ കുറയ്ക്കാനായിട്ട് പറ്റും. അവരെ കുറെ അങ്ങോട്ട് നിങ്ങൾക്ക് മറക്കാനായിട്ട് ഈ കാര്യങ്ങൾ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്